അപ്പോൾ വൈറ്റമിൻ ഡിയെ പറ്റിയുള്ള ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ പ്രാക്ടീസ്, ഞാൻ പറയുന്നത് മോഡേൺ മെഡിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ അനാവശ്യമായി ടെസ്റ്റിങ്ങും ബിസിനസ്സും നടത്തുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ ഡി. ഇപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇപ്പം എൻഡോക്രൈൻ സൊസൈറ്റിയുടെ ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട്. ആർക്കൊക്കെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. 4 ഗ്രൂപ്പേ അത് ഉൾപ്പെടുന്നുള്ളൂ. ഒന്ന്, ചിൽഡ്രൻ, അതായത് അപ് ടു ദ ഏജ് ഓഫ് 18, അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് ചെയ്യണം. അപ് ടു ദ ഏജ് ഓഫ് 18, 18 വയസ്സ് വരെ സപ്ലിമെന്റ് ചെയ്യണം. 2, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഈ പെട്ടെന്ന് പ്രഷറൊക്കെ കൂടുന്ന ഒരു സംഭവമുണ്ട്, ഒരു കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി ആണത്. അത് പ്രിവെന്റ് ചെയ്യാൻ വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുന്നു. 3, 75 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും, എബവ് ഏജ് ഓഫ് 75 ആണ് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ പിള്ളേരിൽ ഈ ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുന്ന പിള്ളേരിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അവർക്ക് നമ്മൾ സപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ 4 ഗ്രൂപ്പേ പെടുന്നുള്ളൂ. പക്ഷെ ഇതല്ലാതെ വേറെ ഒരു ഗ്രൂപ്പും ഒരു ഏജ് ഗ്രൂപ്പിലും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാനും പാടില്ല, വൈറ്റമിൻ ഡി കൊടുക്കാനും പാടില്ലെന്നാണ്. ഇത് നിയമമാണ്, ഇത് ഗൈഡ് ലൈൻ ബേസ്ഡ് റെക്കമെൻഡേഷൻ ആണ്, ബൈ സയൻസ് സൊസൈറ്റീസ് ആണ്. പക്ഷെ ഇവിടെ എല്ലാവരും ആദ്യമേ ചെയ്യുന്നത് ഹോൾ ബോഡി ചെക്കപ്പ്. ലോകത്തൊരു ഏറ്റവും വലിയ തട്ടിപ്പുണ്ടെങ്കിൽ അത് ഹോൾ ബോഡി ചെക്കപ്പാണ്. അദ്ദേഹം പറയുന്നത് 100% കറക്റ്റായിട്ടുള്ളൊരു കാര്യം, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം 4 കാറ്റഗറിയുടെ പേരാണ് പറഞ്ഞത്. വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവർ 4 കാറ്റഗറിയെ പെട്ടത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വൈഫിനെ ഒന്ന് ഫുൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തി. അപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള എല്ലാ പ്രൊഫൈൽസും, അതായത് കിഡ്നി, ലിവർ, ഹോർമോൺസ്, തൈറോയിഡ്, അതുപോലുള്ള എല്ലാ ഇതും പക്ക നോർമലാണ്. ഇസ്നോഫിൽസും വൈറ്റമിൻ ഡിയും കുറവാണ്. ഇസ്നോഫിൽസ് പിന്നെ പുള്ളിക്കാരിക്ക് അലർജി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അത് ഒരു 5 to 6 പോയിൻറ്റ്സ് ആണ് വ്യത്യാസം. പക്ഷെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു നോർമൽ മനുഷ്യനെ 20 to 30 ആണെന്ന് തോന്നുന്നു. ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ബയോളജിക്കൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, ഒരു വാല്യൂ എന്ന് പറയുന്നത് 20 to 30. എൻ്റെ വൈഫിനുള്ളത് 7. അതായത് AI ഇതിനകത്താണെങ്കിലും ഗൂഗിളുടെ ഇതിനകത്താണെങ്കിലും നോക്കുവാണെങ്കിൽ 7 എന്ന് പറയുന്നത് സെവിയർ ഡെഫിഷ്യൻസിയാണ്. ഡെഫിഷ്യൻസി ആയതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കണ്ടു. അദ്ദേഹമാണെങ്കിലും പറഞ്ഞത് വേറെ ഒന്നുമില്ല, മെഡിസിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് സൺലൈറ്റ് കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു ടീച്ചറാണ്. സ്കൂളിൽ പോയി രാവിലെ 7 മണിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 2-2:30. ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞിട്ട് പോയി നട്ടുച്ചയ്ക്ക് പോയി വെയിലത്ത് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല. അതായത് വെയിലത്ത് നിൽക്കാനായിട്ടുള്ളൊരു ഇത് കിട്ടുന്നില്ല, അതാണ് മെയിനായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ സപ്ലിമെൻറ്റേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, യൂസ് യുവർ കോമൺ സെൻസ്. എന്ത് കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ ഒരവസ്ഥയാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സപ്ലിമെൻറ്റ് കൊടുക്കുക. ആളുടെ സപ്ലിമെൻറ്റ് കയറിയതിന് ശേഷം, ഒരു നോർമൽ വാല്യൂ എത്തിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഒരു നാച്ചുറൽ റെമഡി എന്നുള്ള രീതിയിൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൺലൈറ്റ് ആണെങ്കിൽ സൺലൈറ്റ് അത് കുറച്ച് നമുക്ക് എടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ടൈം മാനേജ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ ഇത്രയും കുറവാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തത് കൊണ്ട് മാത്രം അറിഞ്ഞതാണ്. ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇത് അറിയത്തുമില്ല, നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ഇതാകത്തേയില്ല. പിന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഹോസ്പിറ്റലുകാർക്ക് നല്ല ഇത് പണി ഉണ്ടാക്കാനുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. കാരണം അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് ഇതുപോലെ ചെക്ക് ചെയ്യാതെ പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നവർ ഒരുപാട് പേരുണ്ട്. വെറുതെ എന്തിനാ, വർഷത്തിൽ ഒരു തവണ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വർഷത്തിൽ ഒരു തവണ നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ്, അതിപ്പോൾ വേറെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമ്മൾ ഏതെങ്കിലും ഒരു ലാബിൽ ചെല്ലുക, എടുക്കുക. ചിലപ്പോൾ ഓഫർ കാണുമായിരിക്കും, 1000 രൂപയോ 600 രൂപയോ, അങ്ങേയറ്റം കൂടി പോയി കഴിഞ്ഞാൽ ഒരു 1600, ഒരു ബേസിക്കോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചെക്കപ്പിന് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് ബയോളജിക്കൽ നോർമൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക. വല്ലോ 5-6 പോയിന്റ്സ് വ്യത്യാസത്തിൽ വല്ലോ കുറവോ കാര്യങ്ങളോ വല്ലതും ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഡയറ്റിലും ബാക്കിയുള്ള കാര്യത്തിലെല്ലാം നമുക്ക് ഡീൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. മെഡിസിൻ്റെ കാര്യം വരുമ്പം ഒരുപാട് ഭയങ്കര വാല്യൂസ് ഒത്തിരി ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ എടുത്താൽ മതി. അത് ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അല്ല ഒരു എന്തെങ്കിലും ഒന്ന് കുറവുണ്ടെന്ന് കരുതി ഉടനെ പോയി ചോറ് കഴിക്കുന്ന പോലെ ഗുളിക കഴിക്കേണ്ട ആവശ്യമൊന്നും. അതായത് ഡോക്ടർമാർ ഇതുപോലെ നമ്മളിത് രോഗ തട്ടിപ്പാണ്, ഇതുപോലുള്ള ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കും. പക്ഷേ ഈ മാറിയിരുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പിന്നീട് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴാണ് നമുക്കത്
പണി കിട്ടുന്നത്. അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു പോയിന്റ്സ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഡിസ്റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ഡോക്ടർമാർക്കെതിരെ സംസാരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അവരുടേതായിട്ടുള്ള നോളജ് അവർ ഷെയർ ചെയ്യുന്നു, എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഞാൻ ഒരു ഇൻഫ്ലുവൻസറോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് എൻ്റെ പോയിന്റ്സ് ഞാൻ വ്യക്തമാക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ.